ഏപ്രിൽ 9th ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഇലക്ഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. പോലീസ് ഡിപ്ലോയ്മെൻറ്റും പോലീസ് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സും വോട്ട് ചെയ്യുന്ന ദിവസം 9-ാം തീയതി 8-ാം തീയതി ചെയ്യേണ്ടിയ കാര്യങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടിയ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കൗണ്ടിംഗ് സെൻറ്റേഴ്സും പിന്നെ കൗണ്ടിംഗ് ദിവസം ചെയ്യേണ്ടിയ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ 7-ാം തീയതി കൊട്ടിക്കലാസം 7-ാം തീയതിയാണ് അവസാന ക്യാമ്പയിൻ ഡേ. അന്ന് മിക്കവാറും സ്ഥലങ്ങളിൽ കൊട്ടിക്കലാസം അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എങ്ങനെ നമ്മൾ ബന്ദോബസ്ത് ചെയ്ത് അനാവശ്യ സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, ഈ പോളിംഗ് ബൂത്തുകളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കടമകൾ എന്തൊക്കെയാണ്, അവരുടെ റോൾസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ലീഗൽ പ്രൊവിഷൻസ് എന്താണ്, അവർക്ക് ഡൂസ് ആൻഡ് ഡോൺസ് എന്താണ് ആ സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ നമ്മൾ ലോ ആൻഡ് ഓർഡർ പാട്രോൾ ഉണ്ട്, ഗ്രൂപ്പ് പാട്രോൾസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട്, കൂടുതൽ ഉദ്യോഗസ്ഥർ നമ്മളിവിടെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഇഷ്ടംപോലെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബ് ഡിവിഷൻ വൈസ് വെച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾറെഡി നമ്മൾ മുൻകരുതൽ നടപടികളെല്ലാം കുറേ സ്വീകരിച്ചിട്ടുണ്ട് പ്രശ്നക്കാർക്കെതിരായിട്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഗൈഡ് ലൈൻസ് പ്രകാരം പ്രശ്നം ബാധിത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, മുൻകാലങ്ങളിൽ പ്രശ്നം റിപ്പോർട്ടായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അവിടെ ആൾറെഡി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അൺടോൾഡ് ഇൻസിഡൻസ് വരുവാണെങ്കിൽ അത് ഡീൽ ചെയ്യാനായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് ഇവിടെ ആൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ കൊണ്ട് നമ്മൾ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ഡെയിലി നമ്മൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അവരെ ഉപയോഗിച്ച് SSTസിലും മറ്റേ FSTസിലും രാത്രികാലങ്ങളിലും വാഹന പരിശോധന എല്ലാം നമ്മൾ പല സ്ഥലങ്ങളിൽ നഗരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന്, മദ്യം, മയക്കുമരുന്ന് അനധികൃതമായിട്ട് കടത്തുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുന്ന ആളുകളെ നമ്മൾ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ശ്രദ്ധയിൽ വരുന്ന ആളുകൾക്കെതിരായിട്ട് നമ്മൾ നിയമ നടപടി സ്വീകരിക്കാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ആ എണ്ണങ്ങൾ അത് ചീഫ് ഇലക്ടറൽ ഓഫീസർ നിങ്ങളെ അറിയിക്കും. ആ എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പ്രശ്നബാധിത ബൂത്തുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനലൈസ് ചെയ്ത് അതെല്ലാം വർക്കൗട്ട് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ എടുക്കേണ്ടിയ മുൻകരുതൽ നടപടികളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രശ്നക്കാരെല്ലാം ഐഡന്റിഫൈ ചെയ്യുകയും അവർക്കെതിരായിട്ട് BNSS പ്രകാരമുള്ള മുൻകരുതൽ നടപടികളും കാപ്പ പ്രകാരമുള്ള നടപടികളും പിറ്റ് ആൻഡ് DPS അങ്ങനെ മുൻകരുതൽ നടപടികൾ ആൾറെഡി തുടങ്ങിയിട്ടുണ്ട്. പല ആളുകൾക്കെതിരായിട്ട് നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. പല ആളുകൾക്കെതിരായിട്ട് നടപടി ഇപ്പോൾ അണ്ടർ പ്രോസസ്സാണ്. അപ്പോൾ എത്ര എണ്ണമാണ് ഉള്ളത് ആ കാര്യങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ മാധ്യമങ്ങളെ അറിയിക്കും. അത് അവർ പറയും ആ വിഷയങ്ങൾ അവർ വെളിപ്പെടുത്തും. ഏതാണ് നമുക്കിപ്പോൾ മയക്കുമരുന്ന് കേസുകൾ നമ്മൾ ഇലക്ഷൻ ജനുവരി ഫെബ്രുവരി മാസം നമ്മൾ ഇലക്ഷൻ സമയത്തുള്ള ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് മുൻപ് തന്നെ നമ്മൾ ശക്തമായിട്ടുള്ള പരിശോധനകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നഗരത്തിൽ. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം മാത്രം നമുക്ക് നോക്കിയാൽ ഒരു 500 കിലോ അടുത്തുള്ള മയക്കുമരുന്ന് സാധനങ്ങൾ നമ്മൾ പിടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഒരു സ്ഥലത്തിൽ 325 കിലോവും മറ്റു സ്ഥലത്തിൽ ഒരു 40, ഒരു 20 അങ്ങനെ പല കേസുകളായിട്ട് നഗരത്തിലെ പല ഭാഗങ്ങളിൽ നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന മുൻപ് തന്നെ ശക്തമായിട്ടുള്ള പരിശോധന തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ മുന്നോടിയായിട്ട് നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നമ്മൾ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.